K. Megha. Promise. A very warm welcome to all. It's a wonderful day and I feel privileged to extend my warm welcome to all present here. I'm very pleased to welcome all of you today for this webinar on gender equality, myth or reality. Just a little housekeeping before we get started. My name is Megha KU and I have the privilege of being your host today for this webinar. To keep the quality of sound functional during the meeting, please mute yourself, but please remember to unmute when you wish to share. To begin with any good and noble work, we seek the blessing of Lord Almighty. For the prayer song, may I invite Anjali TD. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നെ ഭവാബ്ദിക്കോരാവിവൻ തോണി പദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളോടും നിന്നിടും പോലുള്ള നിന്നില സ്വന്തമാകണം അന്നവസ്ത്രാതെ മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്നറിയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയും ഇന്നുള്ളിലാകണം ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നെ ഭവാബ്ദിക്കാവിവൻ തോണി പദം. It gives me immense pleasure to invite Srimati Srija VS, Gender Equality Forum convener, for the welcome speech. Ma'am, please. Okay, good morning to one and all. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത TH, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി വിജയരാജൻ മെല്ലിക മാഡം, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപകരെ അനധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2020-21 അക്കാഡമിക് വർഷത്തിലെ ജെൻഡർ ഇക്വാലിറ്റി ഫോറത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനത്തിനായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ കർത്തവ്യം എന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിശിഷ്ടാതിഥിയെ കേൾക്കുവാനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത TH ടീച്ചർ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ടീച്ചർക്ക് ചില അഡ്മിഷൻ്റെ തിരക്കുകൾ ഉണ്ട്. അതുകൂടാതെ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്ന് തന്നെ ആയാലും ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി വിജയരാജൻ മെല്ലിക മാഡത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റി ഫോറം എന്ന ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇവിടെ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ സഹായിക്കുന്നതിന് ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തിയെയാണ് നമുക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ടീച്ചറ് പറ്റി പറയുകയാണെങ്കിൽ, ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ പ്രതിനിധിയായി മുന്നോട്ട് വന്ന് ഇരട്ടത്താപ്പ് നയമുള്ള സമൂഹത്തെ പൊതുതി തൻ്റെ സത്വം ഇവിടെ സ്ഥാപിച്ചെടുക്കുവാൻ വിജയിക്കുകയും അതുപോലെ ജീവിതത്തെ വളരെ തൻ്റെ ഇടത്തോടെ നേരിട്ട് പൊരുതി തൻ്റെ ഇടം കണ്ടെത്തുകയും ചെയ്ത വിജയരാജ മെല്ലിക മാഡം കവയിത്രിയും
സാമൂഹ്യ പ്രവർത്തകയും അധ്യാപികയും എല്ലാം എന്ന നിലയിൽ പ്രശസ്തയാണ്. വിജയരാജമല്ലിക മേഡത്തെ ഏറ്റവും അഭിമാനത്തോടു കൂടിയും ഏറ്റവും ആദരവോടുകൂടിയും SNM കോളേജ് മാലിങ്കരയുടെ പേരിൽ, ജെൻഡർ ഇക്വാലിറ്റി ഫോറത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഏറ്റവും ഹൃദയംഗമായി സ്വാഗതം അർപ്പിക്കുന്നു. ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ഫോറത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളായ അധ്യാപകരെയും ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് അധ്യാപകരെയും വളരെ സ്നേഹത്തോടുകൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ പരിപാടിയുടെ നടത്തിപ്പിനായി സഹകരിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, ma'am. Next, for addressing the gathering, I'd like to welcome the principal in charge, Srimati Jita TH. ടീച്ചർക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. മാഡത്തിനെ വിളിക്കാം. Okay, make a pardon. With great honor and respect, may I invite. Now, without further ado, we'll turn the time over to our resource person, the first transgender poet in Malayalam literature, well-known writer, teacher, social worker, inspirational speaker, and activist. Ma'am, we are super excited to have you here with us. Let's welcome Srimati Vijayarajamalika. Thank you so much, ma'am, for joining us. Ma'am, we also request you to take over the session and officially inaugurate the Gender Equality Forum. Ma'am, please. Respected principal, committee members, teachers, non-teaching staff, my dear students, myself, I am Vijayarajamalika. I'm a transgender poet and a social worker. I'm immensely happy and delighted to be a part of this wonderful session. Also, to inaugurate the Gender Equality Forum of this great organization, College Maliyankara Srinarayana Mangalam College. I'm immensely happy because I've been called to be a part of this and inaugurate your forum. I believe that this forum will be a great platform for everyone in your institution to impart your ideas, your ideologies, your stance, and your ideas on gender expressions and creating a space for equality of your gender expressions. Also, I'm grateful to you to initiate a session on gender equality. We all know what exactly is happening in and around our society. And where does this myth stands of gender equality? So, with all your permission, today I would love to inaugurate this Gender Equality Forum. What is gender? That is in fact a great question. Gender എന്നാൽ എന്താണ്? അതൊരു സാമൂഹിക നിർമ്മിതിയാണ്. It is a social construction. While we are born, society is being shown as a great platform for us, where we are supposed to groom ourselves, present ourselves, and leave ourselves. But we are being not told about certain realities
which make us struggle in the so-called social setups, and we fail to accept others for being different. So that is a actual space where we have to find ourselves and try to accept. I don't tell to tolerate. Toleration is a different thing. I believe it is essential to accept others. And even I don't believe in the so-called term of othering. It is not to sympathize with others. It is to have an empathy with others. In fact, empathy should have with ourselves itself. So, I take this great opportunity, I take this great platform to inaugurate the Gender Equality Forum. I wish all the students and the departments and also the teaching and non-teaching staffs, even the management, a great success for this year. Not only for this year, this should be a following process and an updating process. We should not have any. 3 വിഷയങ്ങളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതൊന്ന് സെക്സ്, ജെൻഡർ, സെക്ഷൽ ഓറിയന്റേഷൻ. 3 കാര്യങ്ങളാണ്. മനുഷ്യൻ ആണും പെണ്ണും മാത്രമായിട്ടല്ല ജനിക്കുന്നത് എന്ന ഏറ്റവും പ്രാഥമികമായ ബോധമാണ് നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതില് അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ പറയും, ശരിയാണ്, ആണും പെണ്ണും മാത്രമായിട്ടല്ല, ട്രാൻസ്ജെൻഡർ ആയിക്കൂടി ആളുകൾ ജനിക്കുന്നുവെന്ന്. ഞാൻ പറയട്ടെ, ട്രാൻസ്ജെൻഡർ ആയിട്ട് ആരും ജനിക്കുന്നില്ല. ആണും പെണ്ണും മാത്രമായിട്ടല്ല മനുഷ്യൻ ജനിക്കുന്നത്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ആണും പെണ്ണും ഇന്റർസെക്സുമായിട്ടാണ് ജനിക്കുന്നത്. ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ 42 തരം വേരിയേഷൻസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പുരുഷലിംഗത്തോടു കൂടി ജനിക്കുന്നത് പുരുഷനും സ്ത്രീലിംഗത്തോടു കൂടി ജനിക്കുന്ന സ്ത്രീയാണ് എന്ന്. എന്നാൽ ഇന്റർസെക്സ് വിഭാഗത്തിലെ ഏറ്റവും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന വിഭാഗം എന്ന് പറയുന്നത് മിശ്ര ലിംഗരായി ജനിക്കുന്ന ആളുകളാണ്. ഒരേ ശരീരത്തിൽ ആണിന്റെയും പെണ്ണിന്റെയും ലിംഗാവസ്ഥ ഉണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ പല വർഷങ്ങളായിട്ട് ഹെർമഫ്രോഡൈറ്റ് എന്നോ അല്ലെങ്കിൽ ഇന്റർസെക്സ് എന്നോ ഒക്കെ വിളിച്ചു പോരുന്നത്. പക്ഷെ ഹെർമഫ്രോഡൈറ്റ് എന്ന വാക്ക് ഇപ്പോ വളരെയധികം കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അതൊരു ബയോളജിക്കൽ വേർഡായിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഇന്റർസെക്സ് വിഭാഗത്തില് ഞാൻ ആദ്യം പറഞ്ഞു 40 അല്ലെങ്കിൽ 42 തരത്തിലോ ഉള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. വളരെ ചുരുക്കമായിട്ട് വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. 4 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ വയറുവേദനയായി ബന്ധപ്പെട്ട് ഒരു യുവാവിനെ കൊണ്ടുവരികയും 22 വയസ്സുള്ള യുവാവിന് വയറുവേദന കാരണം, ഞാൻ ഈ വീഡിയോ മ്യൂട്ട് ചെയ്യാണ്, ഇപ്പൊ റേഞ്ച് പോവും. 22 വയസ്സുള്ള യുവാവിന് വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുവരികയും അയാളെ പരിശോധിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് വയറുവേദനയുടെ കാരണം അറിയാൻ വേണ്ടി ഇവര് ഒരു ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഈ വ്യക്തിക്ക് 22 വയസ്സുള്ള യുവാവിന് ബാഹ്യമായിട്ട് പുരുഷന്റെ എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിലും ഇന്റേണലി സ്ത്രീകളുടേതായ ഓവറിയും അതുപോലെ തന്നെ ഗർഭപാത്രവും എല്ലാം ഉണ്ട്. അപ്പൊ വയറുവേദനയുടെ ആക്ച്വലി ഇഷ്യൂ വേറൊന്നും ആയിരുന്നില്ല. 12ാമത്തെ വയസ്സിൽ, അതായത് 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ 12ാമത്തെ വയസ്സിൽ ഈ യുവാവിന് ആദ്യത്തെ ആർത്തവം സംഭവിക്കുകയും ആർത്തവരക്തം പുറത്തു പോകാൻ സാധിക്കാതെ അത് വയറിനകത്ത് കിടന്ന് അത് ഇൻഫെക്ഷനായി മാറുകയും ആണ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ സിസേറിയൻ അല്ലാത്ത നോർമൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കറിയാം 42 ബക്കറ്റ് വേസ്റ്റ് തന്നെ ഉണ്ടാകാറുണ്ട് ഒരു നോർമൽ പ്രസവത്തിൽ. ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ, 10 വർഷങ്ങളായി ആർത്തവം സംഭവിച്ച ഒരു ശരീരത്തിൽ എത്രത്തോളം അണുക്കൾ, എത്രത്തോളം ഇൻഫെക്ഷൻ, എത്രത്തോളം വേസ്റ്റ് ഉണ്ടാകുമെന്ന്. അത് പിന്നീട് ഒരു സർജറിക്ക് വിധേയമാക്കുകയും
ആ കുട്ടിയെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി സ്ത്രീയാക്കി മാറ്റുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ചില ഇന്റർസെക്സ് കേസുകളിൽ എക്സ്റ്റേണലി പുരുഷനായിരിക്കും, പക്ഷെ ഇന്റേണൽ ഓർഗൻസ് സ്ത്രീയുടേതായിട്ട് ഉണ്ടാകാറുണ്ട്. ചിലർക്ക് എക്സ്റ്റേണലി സ്ത്രീ ആയിരിക്കെ ഇന്റേണലി മെയിൽ ഓർഗൻസ് ഉണ്ടാകും. ചിലർക്ക് ഇത് രണ്ടും ഉണ്ടാകും, ചിലർക്ക് ഇത് രണ്ടും പ്രവർത്തനരഹിതമായിരിക്കും. നമ്മളൊക്കെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് പ്രൊക്രിയേഷൻ എന്നൊരു ചാപ്റ്ററിനെ പറ്റി. ആ ചാപ്റ്ററിൽ XX ക്രോമസോം പെണ്ണും XY ക്രോമസോം ആണുമാണെന്ന് നമ്മൾ പഠിച്ചു. പ്രിയപ്പെട്ട എല്ലാവരും മനസ്സിലാക്കിയിരിക്കാൻ പറയാണ്, ഈ XX ക്രോമസോമും XY ക്രോമസോമും മാത്രമല്ല, ഈ ക്രോമസോമൽ പാറ്റേണുകളിൽ വ്യത്യസ്തം ഉണ്ടാകാറുണ്ട്. വ്യത്യസ്തപരമായി ആളുകൾ ജനിക്കാറുണ്ട്. അതായത് XXY, അതായത് Xലും Yലും വേരിയേഷൻസ് സംഭവിക്കാറുണ്ട്. X എന്ന് പറയുന്നത് ഫീമെയിലും Y എന്ന് പറയുന്ന മെയിലുമാണ്. അപ്പോ XXY ക്രോമസോമോടുകൂടി പിറക്കുന്ന ആളുകളില് ഒരു X കണ്ടന്റ് കൂടുതലായിരിക്കും, അതായത് ഫെമിനിറ്റി കൂടുതലായിരിക്കും. ചിലർക്ക് Y കണ്ടന്റ് കൂടുതലായിരിക്കും. Y ക്രോമസോം കൂടുതലാവുമ്പോൾ അവരുടെ ഉള്ളിലുള്ള മെയിൽ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ മെയിൽ എക്സ്പ്രഷൻസ്, മെയിൽ ബിഹേവിയേഴ്സ് കൂടുതലായിരിക്കും. നമ്മൾ ഈ കാണുന്ന ആണ് പെണ്ണ് എന്ന് പറഞ്ഞ അടയാളപ്പെടുത്തിയ ആളുകളിൽ പോലും ചിലപ്പോൾ അവരുടെ ക്രോമസോമൽ പാറ്റേൺസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആണും പെണ്ണും ആയി ജനിക്കുന്നു എന്ന് പറയുന്നവർ പോലും എത്രമാത്രം അവരുടെ ഉള്ളിൽ ഹോർമോൺ ഇംബാലൻസുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രോമസോമൽ വേരിയേഷൻസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു പൂർണ്ണമായ പഠനത്തിൽ, ഒരു പൂർണ്ണമായ അവബോധത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇന്റർസെക്സ് വിഭാഗങ്ങളിൽ ഇനിയും വ്യത്യാസങ്ങളുണ്ട്. ചില കേസുകളിൽ കാണുന്നത് ഒരു എക്സ്റ്റെൻഡഡ് വജൈന, അതായത് വജൈനയ്ക്കകത്ത് തന്നെ വജൈനയ്ക്ക് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ക്ലിറ്റോറസിന്റെ ഭാഗം കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് കാണാറുണ്ട്. പീനസ് പോലെ ഉള്ള പെൺകുട്ടികൾ ജനിക്കാറുണ്ട്. അത് പെൺകുട്ടികൾ തന്നെ ആകണമെന്നില്ല, അങ്ങനെ കുട്ടികൾ ജനിക്കാറുണ്ട്. ചില പെൺകുട്ടികൾ അവർ എക്സ്റ്റേണലി സ്ത്രീ ആയിരിക്കെ അവർക്ക് വജൈന ഉണ്ടാകാറില്ല. XXY ക്രോമസോമോട് കൂടിയുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്റർസെക്സിൽ ധാരാളം വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാല്, നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു സെക്സ് ഐഡന്റിറ്റിയിലേക്ക് മാറ്റുന്ന സർജറീസ് നടത്തുകയാണ്. കുട്ടിയാണ്, അപ്പൊ അതിനോട് എന്റെ കൺസെന്റ് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കുട്ടിയുടെ കൺസെന്റ് ഉണ്ടായിരിക്കില്ല. പാരന്റ്സിന് ഇങ്ങനെ ആണും പെണ്ണും അല്ലാതെ ജനിക്കുന്ന കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന്, സമൂഹത്തിൽ എങ്ങനെ വളർത്തണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും ഒരു സെക്സ് ഐഡന്റിറ്റിയിലേക്ക് മാറ്റുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതായത് അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്ലിറ്റോറസിസ് നിലനിർത്തിക്കൊണ്ട്, പുരുഷനാക്കി നിലനിർത്തിക്കൊണ്ട്, ബാക്കിയുള്ള ഭാഗം സ്ക്രോട്ടമാക്കി തുന്നിക്കെട്ടി അതിനെ ഒരു ആൺകുട്ടിയാക്കി വളർത്തും. പക്ഷേ കുഴപ്പമുണ്ടാകുന്നത്, ഈ കുട്ടി വളർന്നു വരുമ്പോൾ അതിന് ഒരുപക്ഷെ സ്ത്രൈണമായ സ്വഭാവം ഉണ്ടാകുകയും, ആണാക്കി മാറ്റിയ കുട്ടി ഏർലി സർജറി നടത്തി, ഏർലി കറക്റ്റീവ് സർജറി എന്നാണ് പല ഡോക്ടേഴ്സും അതിനെ വിളിക്കുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടിയിൽ ഒരുപക്ഷെ സ്ത്രൈണമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അത് സ്ത്രീയായി മാറാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പാരന്റ്സിന് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫോളോ അപ്പ് കൗൺസിലിംഗ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ബോധം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്റർസെക്സ് വിഭാഗത്തിലെ കുട്ടികൾക്ക് എതിരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണം അല്ലെങ്കിൽ വയലൻസ് എന്ന് പറയുന്നത്, അത് ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിന് കണ്ണ് കാണില്ലെന്നോ അതിന് കാത് കേൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, പുറത്തു വന്നാലേ കുട്ടി അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ അബോർട്ട് ചെയ്ത് കളയാറുണ്ട്. അഥവാ ആ കുട്ടികൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മാറ്റുന്നതിൽ 90% കേസുകളും, നമ്മൾ പഠനമൊന്നും നടത്തിയിട്ടല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ഇന്റർസെക്സ് സുഹൃത്തുക്കൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്, അങ്ങനെ സർജറി ചെയ്യുന്നത് കൊണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ഇന്ത്യയിലെ മദ്രാസിൽ മാത്രമാണ്, മദ്രാസ് ഹൈക്കോടതിയാണ് 2019 ഒരു ഓർഡർ കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള സർജറീസ് നിരോധിച്ചുകൊണ്ട്. ഈ ഇടയ്ക്ക് ബോസ്റ്റണിൽ ഇത്തരത്തിലൊരു പുതിയ നിയമം വന്നിരുന്നു. അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഇന്റർസെക്സ് ലല്ലബൈ ഞാൻ എഴുതുന്നതും. ആണല്ല പെണ്ണല്ല കൺമണി നീന്റെ തേന്മണിയല്ലോ തേന്മണി എന്ന പാട്ട് ഒരു പക്ഷെ നിങ്ങളൊക്കെ ടി വിയിലൂടെയും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും.
അപ്പോ അങ്ങനത്തെ കുട്ടികളെ വളർത്താനുള്ള ഒരു സ്വാഭാവികമായ സ്റ്റേറ്റസ് ഉണ്ടാകിയിരിക്കേണ്ടത് അല്ലെങ്കിൽ ധൈര്യം ഉണ്ടാകേണ്ടത് അവരുടെ അമ്മയ്ക്കാണ്. നമ്മളൊക്കെ പാട്രിയാർക്കൽ നോഷൻസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സമൂഹത്തിൽ, പുരുഷാധിപത്യം നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകാം. അപ്പോ ആ കുട്ടികളെ വളർത്താനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അമ്മ തന്നെയാണ് എന്നാണ് എന്റെ ഒക്കെ ചിരിക്കുമെന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. ആ ധൈര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിലെ അവയവങ്ങളുടെ പേര് തെറ്റാതെ മലയാളത്തിൽ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. സ്വന്തം ശരീരത്തിലെ മുലയാണെങ്കിലും ചന്തിയാണെങ്കിലും അതെന്താണെങ്കിലും അതിനെ സ്വന്തം ഭാഷയിൽ അടയാളപ്പെടുത്താൻ പറ്റാതെ പോയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് മലയാള ഭാഷയിൽ ഇത്രത്തോളം തെറികൾ ഉണ്ടായത്. ഭാഷയിൽ ചില വാക്കുകൾ മുഴച്ചു നിൽക്കുന്നത് തെറിയായി മാറപ്പെട്ടതിന്റെ പ്രധാന കാരണം നാം നമ്മുടെ ശരീരത്തെ അംഗീകരിക്കാതെ ഉൾക്കൊള്ളാതെ പോയത് കൊണ്ടാണ്. സ്വന്തം ശരീരത്തെ നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയാതിരിക്കുമ്പോൾ മറ്റൊരാളെ തിരിച്ചറിയാൻ സാധിക്കില്ല. പല സ്ത്രീകളും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, ട്രാൻസ്ജെൻഡറുകൾ എന്തിനാണ് ഇത്രയേറെ മേക്കപ്പ് ഇട്ട് നടക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ട്രാൻസ്ജെൻഡറുകൾ മാത്രമാണോ മേക്കപ്പ് ഇട്ട് നടക്കുന്നത്? ഇവിടെ സ്ത്രീകളെ മേക്കപ്പ് ഇട്ട് നടക്കുന്നില്ലേ? പുരുഷന്മാര് മേക്കപ്പ് ഇട്ട് നടക്കുന്നില്ലേ? സിനിമകളിലൊക്കെ പുരുഷന്മാര് മേക്കപ്പ് ഇടുന്നില്ലേ? സ്ത്രീകൾ മേക്കപ്പ് ഇടുന്നില്ലേ? പക്ഷെ സ്ത്രീകളോ പുരുഷന്മാരോ ഇടുന്ന മേക്കപ്പിനേക്കാൾ ട്രാൻസ്ജെൻഡറുകൾ ഇടുന്ന മേക്കപ്പിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഞാൻ അതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കമല സുരയ്യ കേൾക്കുന്നുണ്ടല്ലോ പറയണതൊക്കെ? കമല സുരയ്യ എന്ന പ്രശസ്ത എഴുത്തുകാരി നമുക്കറിയാം, മാധവിക്കുട്ടി വളരെ കൺവെൻഷനൽ ആയ ഒരു നായർ ഫാമിലിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് ഒരിക്കൽ അവർ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം നാം കണ്ടത് എന്താണെന്ന് വെച്ചാല്, അവർ ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ തന്നെ പിന്നീട് അധികം കാലം അവർ ജീവിച്ചിരുന്നില്ല. ഇസ്ലാം മതം സ്വീകരിച്ചതും അവര് പർദ്ദയിടുന്നു. പിന്നെ ആഭരണങ്ങളോടുള്ള അവരുടെ ക്രേസ് എന്തായിരുന്നു നമുക്കറിയാം. കൃഷ്ണനെ സ്നേഹിച്ച് നടന്ന അവര് പിന്നീട് മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞ എന്താ നമുക്കറിയാം. പെട്ടെന്ന് അവര് ഇസ്ലാം മതത്തിന്റെ എക്സ്റ്റൻഡ് രൂപത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. അതായത് ഇത്രയും കാലം ഈ ഒരു കൺവെൻഷണൽ നായർ ഫാമിലിയിൽ ജീവിച്ച ഒരാള് പെട്ടെന്ന് ഒരു മുസ്ലിം മതം സ്വീകരിച്ചപ്പോൾ മുസ്ലിം മതത്തിന്റെ എക്സ്റ്റൻഡ് ആണ് അവര് ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്. ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംഭവിക്കുന്നത്. 30-35 വർഷം അല്ലെങ്കിൽ 40 വർഷം ട്രാൻസ്ജെൻഡർ, അതായത് പുരുഷൻ എന്ന ഒരു വ്യവസ്ഥിതിയിൽ ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്ന് താൻ ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയുകയും, പെട്ടെന്നല്ല വർഷങ്ങളായി സ്ത്രീയാണെന്നുള്ള ഒരു അവബോധം തന്നിൽ ഉണ്ടാവുകയും സ്ത്രീയായി മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീയുടെ ഏറ്റവും എക്സ്റ്റെൻഡിൽ നിൽക്കുന്ന പ്രകടനങ്ങളാണ്, എക്സ്പ്രഷൻസ് ആണ്, അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റീസ് ആണ് ആ വ്യക്തി സ്വീകരിക്കുക. അതായത് നല്ല മേക്കപ്പ്, അതുപോലെ തന്നെ മാല, പൊട്ട്, വലിയ കമ്മല്, ഇതൊക്കെ സ്ത്രീയുടെ വളരെ എക്സ്പോസ്ഡ് ആയിട്ട് വളരെയധികം വാട്ട് ഇസ് ലൈക്ക് നമ്മുടെ കവിഭാവനയിലൊക്കെ പറഞ്ഞ പലങ്കുല പോലത്തെ മുടി, അല്ലെങ്കിൽ എന്താ പറയാ മീൻ മിഴികൾ, ഇത്തരത്തിലുള്ള പൊലിപ്പിച്ച് വെച്ചിട്ടുള്ള ജെൻഡർ എക്സ്പ്രഷൻസ് ആണ് ആ ഒരു വ്യക്തിയെ സ്ത്രീയായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ തനിക്ക് ആവശ്യമായി വരേണ്ടത് എന്ന് ഒരു ട്രാൻസ്ജെൻഡർ വിശ്വസിച്ചു പോരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഒരു പുരുഷൻ വന്നിട്ട് പറയാണ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ആ വ്യക്തി സാരി ഉടുക്കണം, മീശ വടിക്കണം, താടി വടിക്കണം, നല്ല മുടി ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഈ കേരള വനിത, മാതൃകാ കേരള വനിത എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ? എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പറയും മാതൃകാ കേരള വനിത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് സാരി ഉടുക്കണം, വെളുത്തിരിക്കണം, സുന്ദരിയായിരിക്കണം, വളരെ മാന്യമായിട്ട് സംസാരിക്കണം, പുരുഷന്മാർ എന്ത് പറഞ്ഞാലും അതിനെ എതിർത്ത് സംസാരിക്കരുത്, തെറി വിളിക്കരുത്, കുലസ്ത്രീ ആയിരിക്കണം, പനങ്കുല പോലത്തെ മുടി ഉണ്ടായിരിക്കണം എന്നൊക്കെ സ്ത്രീകൾ പറയും. പുരുഷന്മാര് പറയും വെളുത്തിരിക്കണം, നല്ല മീശ ഉണ്ടായിരിക്കണം, താടി ഉണ്ടായിരിക്കണം, MCRന്റെ മുണ്ടുടുക്കണം, എന്നാലേ അതൊരു പുരുഷനാകുള്ളൂ എന്ന് പറയും. പക്ഷെ
പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഒരു മാതൃകാ കേരള വനിത അല്ലെങ്കിൽ മലയാള മങ്ക എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഞാനൊരു മലയാള മങ്കയാണെന്ന് പറയാൻ പറ്റാത്തത്? പ്രിയപ്പെട്ടവരെ, ആ പറ്റാത്തത് തന്നെയാണ് നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത്. അതായത് നാം അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നാം നമ്മളെ തന്നെ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഏറ്റവും നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആക്സന്റ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന ആക്സന്റ് നമ്മൾ പൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ലണ്ടനിലെ ഒരു പ്രത്യേക ഇടത്ത് മാത്രം സംസാരിക്കുന്ന സ്ലാങ് ആണ്. പക്ഷെ ലണ്ടനിലെ മറ്റു സ്ഥലത്ത്, ബ്രിട്ടനിലെ മറ്റു സ്ഥലത്ത് സംസാരിക്കുന്ന ഇംഗ്ലീഷിനെ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് മാതൃകാ ഇംഗ്ലീഷായിട്ട് കാണുന്നില്ല. അത് തന്നെയാണ് സത്യത്തിൽ ഇവിടെയും നടക്കുന്നത്. അതായത് ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഈ പൊലിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സാധനം മാത്രമാണ് ജെൻഡർ എന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നാം അതിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാനും ഒരു മലയാളം അങ്കയാണ്, ഞാനും ഒരു മോഡലാണെന്ന് ഒരാൾക്ക് തോന്നാൻ, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം ഉണ്ടാക്കാത്ത വിധം നമ്മുടെ പരസ്യങ്ങൾ, ഫെയർ ആൻഡ് ലവ്ലിയുടെ പേര് പോലും ഇപ്പൊ മാറ്റി. അപ്പൊ അത് ഫെയർ ആൻഡ് ലവ്ലി അല്ല, കാരണം വെളുത്തിരുന്നാലേ ഫെയർ ആയിരിക്കുകയുള്ളൂ എന്നുള്ള ധാരണ ഇപ്പൊ ഫെയർ ആൻഡ് ലവ്ലി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുന്ദരിയായിരിക്കണം. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ പലരും വെളുക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. ബ്രസ്റ്റ് ഒക്കെ ഓൾട്ടർ ചെയ്ത് വെക്കുന്നു, അവരുടെ ചുണ്ട് ഓൾട്ടർ ചെയ്യുന്നു, ശബ്ദം ഓൾട്ടർ ചെയ്യുന്നു, ഫേസ് ഫെമിനൈസേഷൻ സർജറീസ് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ആഫ്രിക്കയിലെ സ്ത്രീകളൊന്നും സ്ത്രീകളല്ലേ? നമ്മള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കറുത്ത സ്ത്രീകളുടെയും വെളുത്ത സ്ത്രീകളുടെയും ഫോട്ടോ വെച്ചിട്ട് വെളുത്ത സ്ത്രീ അല്ലെങ്കിൽ റോസ് ആയിട്ടുള്ള മുഖമുള്ള സ്ത്രീ ബ്യൂട്ടിഫുള്ളും, അതുപോലെ തന്നെ ഭിക്ഷക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പടം വെച്ചിട്ട് ഇത് അഗ്ലി എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ മാർക്കറ്റാണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കാം കുട്ടികളോട്. അതായത് ആൺകുട്ടികൾ ഉപയോഗിക്കുന്നത്, പുരുഷന്മാർ ഉപയോഗിക്കുന്ന കർച്ചീഫും സ്ത്രീകൾ ഉപയോഗിക്കുന്ന കർച്ചീഫും നോക്കും. ആണുങ്ങളുടെ കർച്ചീഫ് വലുതും പെൺകുട്ടികളുടെ കർച്ചീഫ് ചെറുതുമാണ്. അപ്പൊ ഈ വലിയ കർച്ചീഫ് കൊണ്ട് ആണുങ്ങൾക്ക് വലുതായിട്ട് എന്തെങ്കിലും തുടയ്ക്കാനുണ്ടോ? ചോദ്യമാണ്. നമുക്കൊരു ഇന്ററാക്ഷൻ സാധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഞാൻ പലതും ഞാൻ തന്നെ ചോദിച്ച് ഞാൻ തന്നെ ഉത്തരം പറയുന്നത്. ക്ഷമിക്കണം. നമ്മളിപ്പോ അറിയാം, COVID-19 എന്ന മഹാമാരിയുടെ ഭാഗമായിട്ട് ഈ സൂമിലേക്കും ഗൂഗിൾ മീറ്റിലേക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ചുരുക്കപ്പെട്ടു പോയി. വലുതായിട്ട് എന്തെങ്കിലും ആണുങ്ങൾക്ക് തുടയ്ക്കാനുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിന്റെ, കമോഡിഫൈഡ് മാർക്കറ്റിന്റെ കൃത്യമായ അജണ്ടകൾക്ക് ഭാഗമായിട്ടാണ് എല്ലാത്തിനും 2 രീതിയിൽ ഡിവൈഡ് ചെയ്ത്, ഒന്ന് ആണിനും ഒന്ന് പെണ്ണിനുമായിട്ട് ചുരുക്കപ്പെടുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു ജെൻഡർ കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തതും ഇവിടെ നമ്മളെ ഭരിക്കുന്ന ഇത്തരത്തിലുള്ള കച്ചവട ചിന്താഗതികൾ ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല്, ആണായിരുന്നപ്പോ 30 വർഷം ആണായി ജീവിച്ചപ്പോ ഷർട്ട് ഇടുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, വലത്തു നിന്ന് ഇടത്തോട്ടായിരുന്നു ബട്ടൺ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ പിന്നീട് പെണ്ണായി കഴിഞ്ഞപ്പോ ഞാൻ കണ്ടൊരു സംഭവം, ആണായിരുന്ന സമയത്ത് വലത്ത് നിന്ന് ഇടത്തോട്ടായിരുന്നു ഈ പറയുന്ന ബട്ടൺസ് ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് പെണ്ണായി വന്ന് ഷർട്ട് ഇട്ടപ്പോ ഞാൻ മനസ്സിലാക്കിയത് അത് നേരെ വൈസ് വേഴ്സ, ഇടത്ത് നിന്ന് വലത്തോട്ടായി ആ ഒരു ഷർട്ടിന്റെ ബട്ടൺസ് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഷർട്ടിന്റെ ബട്ടൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം, എന്ത് കുറവാണ്, എന്ത് കുഴപ്പമാണ് സംഭവിക്കുന്നത്? ഇതിങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ മാർക്കറ്റ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ജെൻഡർ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ എത്രമാത്രം കമോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള എക്സ്റ്റൻസിനപ്പം, സീമകൾക്ക് അപ്പുറത്താണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ എക്സ്പ്രഷൻസ് ഉള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കൂടിയാണല്ലോ നമ്മള് അമിതാഭ് ബച്ചന്റെ സിനിമ കാണാൻ പോകുമ്പോഴും ദിലീപിന്റെ സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് പറ്റാത്ത എന്തോ ഒരു കാര്യം ഈ ഹീറോസിന് സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരുടെ സിനിമകൾക്ക് കൈയടിക്കുന്നത്. ഇത് നമുക്കും സാധിക്കും, പക്ഷെ നമുക്ക് കൈയടി കിട്ടുന്നില്ല. കാരണം നമുക്ക് 2 ഇടി കിട്ടുമ്പോഴേക്കും നമ്മൾ തളർന്നു വീഴും. പക്ഷെ സിനിമയിലെ 2 ഇടി കിട്ടിയാലും 4 ഇടി കിട്ടിയാലും പറന്നു പോയാലും വണ്ടി കയറിയാലും ലോറി കയറിയാലും നായകനൊന്നും പറ്റാറില്ല. അപ്പോ അവിടെയാണ് നമ്മുടെ ജെൻഡർ പൊലിപ്പിച്ച് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ജെൻഡർ എന്താണെന്ന് മനസ്സിലായി, സെക്സ് എന്താണെന്ന് മനസ്സിലായി. ട്രാൻസ്ജെൻഡറില് പലതരം ഐഡന്റിറ്റീസ് ഉണ്ട്. നമ്മൾ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് കാണുന്നത് ഫീമെയിൽ ടു മെയിൽ, മെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സ്,
മറ്റൊന്ന് പ്രീ ഓപ്പറേറ്റഡ് ട്രാൻസ്ജെൻഡേഴ്സ്, ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താത്തവര്, നടത്താൻ കഴിയാത്തവര്, നടത്തുന്നതിന് മുൻപുള്ളതൊക്കെയാണ് പ്രീ ഓപ്പറേറ്റഡ് ട്രാൻസ്ജെൻഡേഴ്സ്. പോസ്റ്റ് ഓപ്പറേറ്റഡ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്സെക്ഷൽസ് ആണ്, ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവരാണ്. അടുത്തതാണ് വളരെ എക്സ്റ്റൻസീവ് ആയിട്ട് നമ്മൾ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും കാണുന്ന റിലീജിയസ് ആൻഡ് കൾച്ചറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അതില് വരുന്ന ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒന്നാണ് ഹിജ്റ കൾച്ചർ. ഹിജ്റ വിഭാഗത്തിലുള്ള ആൾക്കാർ. നോർത്ത് ഇന്ത്യയിൽ പോയാൽ കിന്നര കമ്മ്യൂണിറ്റി കാണാം. സൗത്ത് ഇന്ത്യയിൽ വന്നാൽ മംഗളമുഖികൾ, മംഗളമൂർത്തികൾ, ജോഗപ്പകൾ, ജോക്തികൾ, ശിവശക്തികൾ. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ അറവാണികൾ, അതുപോലെ തന്നെ തിരുനങ്കികൾ, തിരുനമ്പികൾ. ഇപ്പൊ കേരളത്തിലും ഹിജ്റ കൾച്ചർ പ്രിഡോമിനന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമാന്തര ഫാമിലി സിസ്റ്റംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങള് ഇന്ററാക്ഷന്റെ സമയത്ത് ചോദിക്കാം. അടുത്തത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ക്രോസ് ഡ്രസ്സേഴ്സ് ആണ്. ചില പുരുഷന്മാർക്ക് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കാനും ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ അതിനെ ക്രോസ് ഡ്രസ്സേഴ്സ് എന്ന് പറയും. പക്ഷെ ചില സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ചില പുരുഷന്മാർക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ ബ്രായോ പാന്റിയോ ഒക്കെ ധരിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും. അത് അവർ ക്രോസ് ഡ്രസ്സർ ആയതുകൊണ്ടല്ല, അതൊരു സെക്ഷൽ ഫാന്റസിയുടെ ഭാഗമായിട്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് തെറ്റിദ്ധരിക്കാതിരിക്കുക. പിന്നെ ചില പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ടോം ബോയ്സ് ആയിട്ടുള്ള ചില പെൺകുട്ടികളെ അവരൊരു വലിയേട്ടൻ ചമയുകയും ഒരു പ്രൊട്ടക്ടറായിട്ട് അഭിനയിക്കുകയും ഒക്കെ ചെയ്യുകയും മുടി മുറിച്ച് ആണുങ്ങളെ പോലെ നടക്കുകയും ടീഷർട്ട് ഇട്ട് നടക്കുകയും ചെയ്യുന്ന ചില പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലെല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കണം എന്നില്ല. എന്നാൽ ചിലരെങ്കിലും അവരുടെ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടോം ബോയ് ആയിട്ട് നടക്കുന്നവരുണ്ടായിരിക്കാം. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, ട്രാൻസ്ജെൻഡർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ട്രാൻസ്ജെൻഡർ എന്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങളൊക്കെ എലിയെ കണ്ടിട്ടില്ലേ വീട്ടില്? എലിയെ കൂട്ടിൽ പിടിച്ചിടുന്ന അതേ അവസ്ഥ. അതായത് കൂട്ടിക്കിടക്കുന്ന എലി അത് പുറത്തു വരാൻ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അത് ഒരു വെരുകിനെ കൂട്ടിലിട്ടാ നിങ്ങൾ കണ്ടിട്ടില്ലേ വെരുക് പുറത്തു വരാൻ വേണ്ടി പാടുപെടുന്നത്? അതേ അവസ്ഥ തന്നെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതായത് ഒരു ആൺ ശരീരത്തിൽ ഒരു പെൺ അവസ്ഥകൾ വളരുകയും പെൺ മനസ്സുണ്ടാകുകയും അത് പെണ്ണായി മാറാൻ ആഗ്രഹിക്കുകയും പെൺമയെ തിരിച്ചറിഞ്ഞ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയോ നടത്താതെയോ ഹോർമോൺ തെറാപ്പികൾ നടത്തിയോ നടത്താതെയോ പെണ്ണായി ജീവിക്കുകയും പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയും. നേരെ തിരിച്ച് പെണ്ണിനകത്ത് പെണ്ണ് ഒരു പുരുഷനാണെന്ന് തിരിച്ചറിയുകയും ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയോ നടത്താതെയോ ഈ പറയുന്ന ഹോർമോൺ തെറാപ്പികൾ നടത്തിയോ നടത്താതെയോ ആണായിട്ട് ജീവിക്കുന്നതിനെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ എന്നും പറയും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന് ഓറിയന്റേഷൻ ആണ്. അതായത് ലൈംഗിക ദിശാബോധം എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞു, കൊച്ചു ജനിച്ചു വീഴുമ്പോൾ തന്നെ അതിന്റെ ലിംഗം നോക്കി അതിനെ ആണാണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അതിന്റെ ജെൻഡർ മെയിൽ ആണെന്ന് അല്ലെങ്കിൽ സിസ് ജെൻഡർ ആണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. പിന്നീട് അതിന്റെ ഓറിയന്റേഷൻ ഹെട്രോസെക്ഷൽ ആണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. നമ്മളൊക്കെ കണ്ടുവരുന്ന കല്യാണങ്ങള് എന്താണ്, ആണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണാണിനെ കല്യാണം കഴിക്കുന്നു. നമ്മുടെ കഥകളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ആണ് പെണ്ണിനെ പ്രേമിക്കുന്നു, പെണ്ണാണിനെ പ്രേമിക്കുന്നു. ഇത് മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, സെക്ഷുവാലിറ്റിയില് സെക്ഷൽ ഓറിയന്റേഷനില് പലതരം ഓറിയന്റേഷൻസ് ഉള്ള ആൾക്കാർ നമുക്കിടയിലുണ്ട്. ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തോന്നുന്ന ലൈംഗികവും മാനസികവും ശാരീരികവുമായ താല്പര്യം, ഇഷ്ടം ഒക്കെയാണ്. അതില് തന്നെ നമ്മൾ തിരിച്ചറിയണം, ഹെട്രോസെക്ഷുവാലിറ്റിയുടെ മലയാള പദം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഭിന്ന വർഗ ലൈംഗികത എന്ന് പറയുന്നത്. അതല്ലാതെ അതിന് ട്രാൻസ്ജെൻഡറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹോമോസെക്ഷൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തന്റെ വർഗത്തിലുള്ള അതേ ആളിനോട് മാനസികവും ശാരീരികവുമായ താല്പര്യം തോന്നുന്നതിനെയാണ് ഹോമോസെക്ഷുവാലിറ്റി. ലൈംഗികത തോന്നുന്നതിനാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. സ്വവർഗാനുരാഗവും സ്വവർഗരതിയും രണ്ടും രണ്ടാണ്. അനുരാഗവും രതിയും രണ്ടും രണ്ടാണ്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സ്വവർഗ രതിയാണ്, സ്വവർഗാനുരാഗമല്ല. പക്ഷെ
അതിൽ സ്വർഗാനുരാഗവും വരാം. അതായത് ഇഷ്ടവും പ്രണയവും താൻ പുരുഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു പുരുഷനെ പ്രണയിക്കുക, താൻ സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീയെ പ്രണയിക്കുക, ഇഷ്ടപ്പെടുക, ലൈംഗികമായ താല്പര്യങ്ങൾ ഉണ്ടാകുക. അതിൽ തന്നെ 2 തരമുണ്ട്. ഒന്ന്, കോളേജുകളിലും ഹോസ്റ്റലുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സാധനം, പ്രത്യേകിച്ച് ആണുങ്ങൾ മാത്രമുള്ള ഹോസ്റ്റലുകളിൽ, പെണ്ണുങ്ങൾ മാത്രമുള്ള ഹോസ്റ്റലുകളിൽ ഓപ്പോസിറ്റ് സെക്സ് അൺഅവൈലബിൾ ആയതുകൊണ്ട് തന്നെ സെയിം സെക്സിൽ പെട്ട ആളുകളുമായി പ്രണയത്തിൽ ഏർപ്പെടുകയും മാനസികമായും ശാരീരികമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. പല ടീച്ചേഴ്സും പറയാറുണ്ട്, മാഡം അവർ ലെസ്ബിയൻസ് ആണെന്ന്. സുഹൃത്തുക്കൾ, അത് ലെസ്ബിയനിസം ആകണമെന്നില്ല. അത് സ്യൂഡോ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സിറ്റുവേഷൻ ഹോമോസെക്ഷുവാലിറ്റി ആണ്. ക്യാമ്പുകളിലൊക്കെ സംഭവിക്കുന്ന പോലെ, ജയിലുകളിലൊക്കെ സംഭവിക്കുന്ന പോലെ ഒരു വിഭാഗം, ഒരു വർഗത്തിലുള്ള ആളുകൾ മാത്രം താമസിക്കുന്നിടത്ത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഈ പറയുന്ന സിറ്റുവേഷണൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഗേ എന്ന് പറയുന്നത് ഒരു പുരുഷൻ താൻ പുരുഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരുഷനാണെന്ന് തിരിച്ചറിയുന്ന മറ്റൊരു പുരുഷനുമായി മാനസികവും ശാരീരികവുമായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നതിനെയാണ് ഗേ എന്ന് പറയുന്നത്. ലെസ്ബിയൻ എന്ന് പറയുന്നത് താൻ സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീയായി തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയുമായി മാനസികവും ശാരീരികവുമായ പ്രണയം, ലൈംഗികത എന്നിവ കാത്തു സൂക്ഷിക്കുന്നതിനെയാണ് ലെസ്ബിയനിസം എന്ന് പറയുന്നത്. അപ്പോ ഹെറ്ററോസെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി. അടുത്തതാണ് പോളിസെക്ഷുവാലിറ്റി. പോളിസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ചില ആളുകൾ ഒരേ സമയം ആണിനെയും പെണ്ണിനെയും പ്രണയിക്കുന്നവരുണ്ട്. അതിന് ബൈസെക്ഷുവാലിറ്റി എന്ന് പറയും. ഒരേ സമയം ആണിനെയും പെണ്ണിനെയും ഇന്റർസെക്സിനെയും ട്രാൻസ്ജെൻഡറിനെയും പ്രണയിക്കുന്നതിനെയാണ് നമ്മൾ പാൻസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഹെറ്ററോസെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി, പോളിസെക്ഷുവാലിറ്റി. ഇനി ആണും പെണ്ണും ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സിലും ഈ പറഞ്ഞ 3 തരം സെക്ഷുവാലിറ്റീസ് കാണാറുണ്ട്. ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള പുരുഷനുണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള പുരുഷനുണ്ട്, ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഉണ്ട്, ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഇന്റർസെക്സ് ഉണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഇന്റർസെക്സ് ഉണ്ട്, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഉണ്ട്, പോളിസെക്ഷൽ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഉണ്ട്, പാൻസെക്ഷൽ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ജെൻഡർ എന്ന് പറയുന്നതും സെക്ഷുവാലിറ്റി എന്ന് പറയുന്നതും ഫ്ലൂയിഡ് ആണ്. അത് എപ്പോ വേണമെങ്കിലും മാറാവുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നുകൂടി നാം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ 2016 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്ന് കൃത്യമായി പറയാം. സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ, നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ മുന്നിലോ പോയി തുറന്നു കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആണ് നിങ്ങളുടെ ജെൻഡർ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയാനുള്ള കാരണവും അതാണ്. ഇനി നാം ആക്സെപ്റ്റ് ചെയ്യാത്ത എങ്കിലും നമ്മുടെ ആളുകൾക്കിടയിലുള്ള മറ്റ് സെക്ഷൽ ഓറിയന്റേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് പീഡോഫീലിയ, കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. പ്രിയപ്പെട്ടവരെ, പീഡോഫീലിയ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ക്രൈമാണ്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ പറയുന്ന പീഡോഫീലിയ ക്രൈം തന്നെയാണ്. IPC സെക്ഷൻ 377 IPC സെക്ഷൻ 377 സ്ക്രാപ്പ് ചെയ്തപ്പെട്ടപ്പോ ഇവിടെയുള്ള പല പുരോഗമനവാദികളും പറഞ്ഞു, ഇനി ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് കല്യാണം കഴിക്കാം, അവർക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന്. സുഹൃത്തുക്കളെ, IPC 377 സ്ക്രാപ്പ് ചെയ്തപ്പോ അതിലുണ്ടായ പ്രൊവിഷൻ എന്ന് പറയുന്നത്, ആ ഒരു നിയമത്തിൽ പറഞ്ഞിരുന്നത് ഇത് അൺനാച്ചുറൽ സെക്സ് എല്ലാം തെറ്റാണ് എന്നാണ്. എന്താണ് അൺനാച്ചുറൽ സെക്സ് എന്ന് അതിൽ പറയുന്നില്ല. അതായത് സ്ത്രീയും പുരുഷനും ലിംഗവും യോനിയും തമ്മിൽ ബന്ധപ്പെട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി ഏർപ്പെടുന്ന സെക്സ് മാത്രമാണ് പ്രകൃതിദത്തമെന്ന് അതിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾ ഉണ്ടാകാത്ത ആളുകൾ തമ്മിൽ സെക്സിൽ ഏർപ്പെട്ടാൽ അത് പാപമല്ലേ, തെറ്റല്ലേ എന്ന് വേറെ ചോദ്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പോ സ്ത്രീയും പുരുഷനും തമ്മിൽ ചെയ്യുന്ന സെക്സിൽ തന്നെ
ഹാൻഡ് സെക്സ് ഉണ്ടാകാറുണ്ട്, ആനൽ സെക്സ് ഉണ്ടാകാറുണ്ട്, ഓറൽ സെക്സ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ പ്രകൃതി വിരുദ്ധമാകില്ലേ എന്നൊരു മറ്റൊരു ചോദ്യവും അതിൻ്റെ അകത്തുണ്ട്. എങ്കിലും കുട്ടികളുമായി കൺസെന്റോട് കൂടിയോ കൺസെന്റ് ഇല്ലാതെയോ ചെയ്യുന്ന സെക്സ് എല്ലാ കാലത്തും തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. അപ്പോ പീഡോഫീലിയ ആണ് മറ്റൊരു സെക്ഷൽ ഓറിയന്റേഷൻ. ചില ആളുകൾക്ക് കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ഓറിയന്റേഷൻ ഉള്ള ആൾക്കാരുണ്ട്. സ്വന്തം കുട്ടികളെ പോലും ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിൽ ഓറിയന്റേഷൻ ഉള്ള ആളുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അടുത്ത ഒന്ന് പിഗ്മാലിനിസം ആണ്. ചില ആൾക്കാർക്ക് ഡോൾസിനോടും പ്രതിമകളോടും ഒക്കെയാണ് ലൈംഗികമായ താല്പര്യം തോന്നുക. അത് പിഗ്മാലിനിസം. കുഴിച്ചിട്ട് ശവങ്ങൾ തുരന്നെടുത്ത് ശവവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. നെക്രോഫീലിയ എന്നാണ് അതിന് പറയുന്നത്. നിങ്ങൾ പെൺകുട്ടികൾ മാത്രമല്ല ഈ ഗ്രൂപ്പിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പുരുഷന്മാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബേൺ മൈ ബോഡി എന്നൊരു ഡോക്യുമെന്ററി നിങ്ങളുടെ ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഫോറത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. നാദൃശ്യ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്തോ ആണത്. അതിൽ വളരെ കൃത്യമായിട്ട് നാക്രോഫീലിയെ കുറിച്ചും പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് നടക്കുന്ന ഇത്തരം നാക്രോഫീലിക് ഇൻസിഡൻസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ് മരരതിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. മരവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന, നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്ന സ്ത്രീകൾക്കറിയാം, നല്ല ഒരു ബ്രായോ പാന്റിയോ ഒക്കെ വാങ്ങിയ ശേഷം അത് അലക്കാനിടുന്ന സമയത്ത് പലരും അത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മൾ അലക്കാനിട്ട സാധനം ചിലപ്പോ അലക്കി തോരുന്ന സ്ഥലത്ത് ഉണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബ്രാ പാന്റി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ഒബ്ജക്ട്സും ഒക്കെ വെച്ച് ലൈംഗികമായ സുഖം തേടുന്ന ആൾക്കാരുണ്ട്. നമ്മളതിനെ ഫെറ്റിഷിസം എന്നാണ് പറയുന്നത്. ഒളിഞ്ഞു നോക്കുന്ന ആൾക്കാരുണ്ട്, അതിലൂടെ മാത്രം സുഖം കിട്ടുന്നവരുണ്ട്. പീപ്പിംഗ് ടോം അതൊരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അതേസമയം നമ്മുടെ നാടുകളിലൊക്കെ രഹസ്യമായിട്ടെങ്കിലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഫാന്റസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ഉണ്ട്. BDSM എന്ന് പറയും. ചില ആൾക്കാർക്ക് അവരുടെ ശരീരം നോവിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരം നോവിക്കുമ്പോഴോ ഒക്കെ കിട്ടുന്ന, മറ്റൊരാളെ നോവിപ്പിക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിനെ നമ്മൾ പറയുന്ന സാഡിസം എന്നും, തന്നിലേക്ക് വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് കിട്ടുന്ന ലൈംഗിക സുഖത്തെ ഹലോ, ഇത് കേൾക്കുന്നുണ്ടോ? മാഷോക്കിസം എന്നും പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പോ ഉദാഹരണത്തിന് ബ്രസ്റ്റ് ഒക്കെ മോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്തേക്ക് ഈ വാട്ട് ഇസ് ലൈക്ക് അത് ബ്ലേഡ് വെച്ച് വരയുക, അപ്പൊ ആ ബ്ലഡ് കാണുമ്പോൾ സുഖം കിട്ടുന്ന ആൾക്കാർ. അപ്പൊ ഇതൊക്കെ ഒരുതരം സെക്ഷൽ ഡീവിയേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ഡീവിയേഷൻ ആയിട്ട് കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രം ചെയ്ത് സുഖം അനുഭവിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ മൃഗരതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിനെ സുഫീലിയ, അതല്ലെങ്കിൽ ബെസ്റ്റാലിറ്റി എന്ന് പറയും, ബീസ്റ്റാലിറ്റി എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ സമൂഹം എത്രത്തോളം കപടമാണെന്ന് നോക്കൂ. ഒരു കുട്ടി ജനിച്ചു വീഴുന്നു. ആ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ ലിംഗം നോക്കി അതിന്റെ ജെൻഡറും അതിന്റെ സെക്ഷുവാലിറ്റിയും നിർണയിക്കപ്പെടുന്നു. അപ്പോൾ ഈ പറയുന്ന മെയിൽ, ഫീമെയിൽ, ഹെട്രോസെക്ഷൽ എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾക്ക് അപ്പുറമായി എത്രത്തോളം ജെൻഡർ ഐഡന്റിറ്റീസ് ഉണ്ട്, സെക്ഷൽ ഓറിയന്റേഷൻസ് ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇന്റർസെക്സ് എന്ന യാഥാർത്ഥ്യങ്ങൾ എത്രത്തോളം ഉണ്ട്. അപ്പൊ എവിടെയാണ് സത്യത്തിൽ ലിംഗനീതി ഉള്ളത്? ആർക്കാണ് ഇവിടെ ലിംഗനീതി കിട്ടുന്നത്? ഇനി ലിംഗനീതി എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കുമോ? കാരണം ലിംഗം ഇരിക്കുന്നത് ഇരു കാലുകൾക്കും ഇടയിലാണ്. ആ ലിംഗം നോക്കിയിട്ടാണോ നമ്മൾ ആളുകളെ വിലയിരുത്തേണ്ടത്? ദയവ് ചെയ്ത് നിങ്ങൾ ലിംഗം നോക്കി ഒരാളെയും വിലയിരുത്തരുത്. കാരണം ഒന്നാമത് അടച്ചുറപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. എന്നിട്ട് ഒരു വ്യക്തിയെ ട്രാൻസ്ജെൻഡർ ആയ ഒരു വ്യക്തിയെ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കാതെ ഭിന്നലിംഗം എന്ന് വിളിക്കുമ്പോൾ, നിങ്ങളൊക്കെ പണ്ട് നമ്മുടെ നദിയ മൊയ്തു ഉപയോഗിച്ചിരുന്ന കണ്ണാടി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇത്രയും അടച്ചുറപ്പുള്ള സാരിയും വസ്ത്രങ്ങളും ധരിക്കുന്നതിന്റെ ഉള്ളിലൂടെ നിങ്ങളിത് കാണുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. ഭിന്നലിംഗം എന്ന് പറയുന്ന വാക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഒരു ഓർഡർ പ്രകാരം എടുത്തു കളഞ്ഞതാണ്. ആ വാക്ക് യൂസ് ചെയ്യുന്നില്ല. ഭിന്നലിംഗമെന്നോ മൂന്നാം ലിംഗമെന്നോ അല്ലെങ്കിൽ ഭിന്ന ലൈംഗികരെന്നോ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ വിളിക്കരുത് എന്നൊരു ഓർഡർ നമ്മുടെ നാട്ടിലുണ്ട്.
ഇത്രത്തോളം സെക്ഷൽ ഓറിയന്റേഷൻസ് ഉള്ളവരും, ഇത്രത്തോളം ജെൻഡർ ഐഡന്റിറ്റീസ് ഉള്ളവരും, ഇത്രത്തോളം സെക്സ് ഐഡന്റിറ്റീസ് ഉള്ളവരും ഉള്ള നമ്മുടെ സമൂഹത്തിൽ ജെൻഡർ ഇക്വാലിറ്റി എന്താണ് എന്നിപ്പോ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടായിരിക്കും. ഇനി ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളുടെ അവകാശത്തെ പറ്റി സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആരും മെയിലെന്നോ ഫീമെയിലെന്നോ ഉള്ള പ്രിവിലേജിൽ നിന്നുകൊണ്ട് ഇതിനെ കാണാൻ അല്ലെങ്കിൽ ഇതിനെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ പരിഹരിക്കാൻ നിൽക്കരുത്. കാരണം ആണായിരിക്കുന്നതും പെണ്ണായിരിക്കുന്നതും ഒരു പ്രിവിലേജ് അല്ല. ഇറ്റ്സ് നോട്ട് എ പ്രിവിലേജ് ടു ബി എ മെയിൽ ആൻഡ് എ ഫീമെയിൽ. ബിക്കോസ് സിസ് ജെൻഡർ എന്ന് പറയുന്നതിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, മസിലില്ലാത്ത പുരുഷന്മാരുണ്ട്, പ്രസവിക്കാത്ത സ്ത്രീകളുണ്ട്, മാസ്കുലിൻ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള ജെൻഡർ എന്നത് മിത്ത് തന്നെയാണ്. ആ മിത്തായിട്ടുള്ള ഒരു ജെൻഡറിൽ തന്നെ നമ്മൾ പിന്നീട് ഇക്വാലിറ്റി കാണാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ പോകുമ്പോൾ ഇക്വാലിറ്റി ഉണ്ടാകേണ്ടത് ഈ പറയുന്ന വൈവിധ്യങ്ങൾക്ക് ഒരേ സ്പേസിൽ ഒരേ സമയം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾക്ക് ഇന്നും നല്ലൊരു ജോലിയില്ല. ഞാനൊരു MSW പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എനിക്ക് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പക്ഷെ എൻ്റെ കവിതകൾ ഇന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പഠിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ 2 തവണ കിട്ടിയ, കേരള സ്റ്റേറ്റ് അവാർഡ് 2 തവണ കിട്ടിയ, യുവകലാ സാഹിതിയുടെ വയലാർ രാമവർമ്മ പുരസ്കാരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് പോലും ഞാനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്നോട് ചോദിക്കുന്നത്, അയ്യോ മല്ലിക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടി പോയല്ലോ എന്നാണ്. പഠിക്കാൻ വിട്ട കാലത്ത് പഠിച്ചു. ഈ പറയുന്ന പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, ഇവര് പറയുന്ന സോഷ്യൽ മൊളസ്റ്റേഷന് ഇരയായിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മളെല്ലാം ഓവർകം ചെയ്ത് ജീവിക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ദുഃഖിച്ച് ജീവിച്ചാൽ മാത്രമേ നിങ്ങളെ അംഗീകരിക്കൂ എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. മറ്റുള്ളവരെ കളിയാക്കി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. നിഷയുടെ അമ്മയ്ക്ക് കുറച്ച് പൈസ വന്നപ്പോ നിഷയുടെ അമ്മ ജീവിക്കാൻ ശ്രമിച്ചു. ആ നിഷയുടെ അമ്മേനെ എന്നിട്ട് അവര് പറഞ്ഞ അവർക്ക് അറിയാത്ത ഭാഷയിലെ മിസ്റ്റേക്ക് വെച്ചുകൊണ്ട് ട്രോൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകള് ഒരു പാലം പണിത് അതിന്റെ അടിയിൽ ചെന്ന് നിന്നപ്പോ കുണ്ടന്നൂർ പാലം എന്ന് വിളിച്ച ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കണ്ണ് കാണാത്ത ഒരാള് റോഡിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ സങ്കല്പത്തിലുള്ള റോഡിനെ പറ്റി അയാള് ഫോറസ്റ്റ് എന്നോ അല്ലെങ്കിൽ അയാള് സ്വർഗമെന്നോ എന്നൊക്കെ പറയുമ്പോൾ അതിനെ കളിയാക്കുന്ന കോമഡി സ്റ്റാർ പോലുള്ള പരിപാടികൾ നമ്മളൊക്കെ കാണുന്നതാണ്. മറ്റുള്ളവരെ കളിയാക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഒരു ട്രാൻസ്ജെൻഡർ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം, നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയോ, ഹോട്ടലിൽ പാത്രം കഴുകുന്നവൻ വരെ വന്ന് നോക്കിയിട്ട് ഈ കൗതുകം കാണാൻ വേണ്ടിയിട്ട്. സ്വന്തം ശരീരത്തിലെ കൗതുകങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ പ്ലഡ്ജ് പറയുമ്പോൾ നമ്മൾ കൈ നീട്ടി നിൽക്കുന്നില്ലേ? ആ പ്ലഡ്ജ് പറയാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾക്ക് നാഭിയുള്ളത് കൊണ്ടാണ്, പുക്കളുള്ളത് കൊണ്ടാണ്. ശരീരത്തിന്റെ സാധ്യതകളും പരിമിതികളും തിരിച്ചറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ട്രാൻസ്ജെൻഡറിനെ വിലയിരുത്തുന്നത്? ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നമുക്ക് തന്നിട്ടുള്ള കുട്ടികൾ തന്നെ. റോഡിൽ നിൽക്കുന്ന സമയത്ത്, സെക്സ് വർക്കിൽ നിൽക്കുന്ന കാര്യങ്ങൾ, നമ്മൾ റോഡിലൂടെ ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് പോകുന്ന ഒരു ആണും പെണ്ണും കെട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ ആണും പെണ്ണും കെട്ടത് എന്ന് വിളിക്കുമ്പോൾ ആണും പെണ്ണുമായിരിക്കുന്നതിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും മേന്മയുണ്ടോ? എന്തെങ്കിലും മേന്മയുണ്ടോ? മറ്റുള്ളവരെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ ബുള്ളിങ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മുടെയൊക്കെ സ്വന്തം ശരീരത്തിലേക്കും സ്വന്തം ജീവിതത്തിലേക്കും ഏതെങ്കിലും ഒരു സമയം നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒരാള് ക്ലാസ് എടുക്കുന്ന സമയത്ത് അയാളുടെ ഫോട്ടോ എടുക്കും, അയാളുടെ വീഡിയോ എടുക്കും, അയാളോട് ചോദിക്കാതെ അയാളുടെ വോയിസ് റെക്കോർഡ് ചെയ്തെടുക്കും, എന്നിട്ട് അത് പലർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഇത് ക്രൈം അല്ലേ? ഇതൊക്കെ എവിടുത്തെ സംസ്കാരമാണ്? ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇനി ഒരു സ്ത്രീയുടെ അവര് പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ പൂർവികം പോയി ചെകഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ, അവരെ കളിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരും. നിയമം കയ്യിലെടുക്കും ചിലപ്പോ. പക്ഷെ ആ നിയമം കയ്യിലെടുക്കുന്നത് തെറ്റാണ്, നമ്മളൊക്കെ മനസ്സിലാക്കുന്നു. നിയമം കയ്യിലെടുക്കുന്ന എപ്പോഴും തെറ്റാണ്. പക്ഷെ ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ നമുക്ക് എന്താണ് അവകാശം?
ഇന്നലകളില്ലാതെ ഇന്നും നാളെയും ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. If there is no past and present, there is no tomorrow. Why do we forget this? Who are actually making us to forget this? ലിംഗനീതി അല്ല കുട്ടികളെ, ജെൻഡർ ജസ്റ്റിസ് അല്ല. ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നതല്ല ലിംഗനീതി. ലിംഗനീതി എന്ന് പറയുന്ന അതായത് ഞാൻ പറഞ്ഞു വന്നത്, ലിംഗമാണ് ഇവിടെ എല്ലാത്തിനും പ്രശ്നം. ലിംഗനീതി എന്ന് വെച്ചാൽ ജെൻഡർ ജസ്റ്റിസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. ലിംഗപദവിയാണ് ജെൻഡർ, ലിംഗമല്ല ജെൻഡർ. പക്ഷെ ആ ലിംഗപദവി എന്നൊരു വാക്കിനെ മറച്ചു വെച്ചുകൊണ്ട് ലിംഗത്തിലേക്ക് എല്ലാത്തിനെയും ആട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റി നമ്മളെ തന്നെ പഠിപ്പിക്കുകയാണ്. കഴിവ് നോക്കിയിട്ടാണ് ആൾക്കാരെ അംഗീകരിക്കേണ്ടത്. ഞാൻ നെറ്റ് എഴുതി പാസ്സായാൽ എനിക്ക് നാളെ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ലാത്തൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് പ്രൈമറി സ്കൂളിൽ. ഇപ്പോഴും എനിക്കൊരു പ്രൈമറി സ്കൂളിൽ പോയിട്ട് പഠിപ്പിക്കാൻ കാരണം ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനറാണ്, ആക്സന്റ് ട്രെയിനറാണ്. പക്ഷെ എന്നെ വിളിക്കില്ല. എന്താണെന്നറിയോ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പാരന്റ്സ് സമ്മതിക്കില്ല. വീട്ടിൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങളുടെ ഒരു കുട്ടി, നിങ്ങൾക്ക് ആൺകുട്ടി, സോക്കോൾഡ് ലിംഗത്തോടു കൂടി ജനിച്ച ഒരു കുട്ടി, നിങ്ങൾ ആണായിക്ക് വളർത്തിയ ഒരു കുട്ടി, അതൊരു കാലഘട്ടം കഴിയുമ്പോൾ പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞ് പെണ്ണായിട്ട് മാറാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്ന എത്ര പെൺകുട്ടികൾ തയ്യാറാകും? നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ കേൾക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്നാണ് അർത്ഥം. അതായത് ആണായി ജനിച്ച് ആണായി വളർന്ന് ആണായി മരിക്കാമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു നാട്ടിലാണ്, ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആഗോളതാപനത്തിന്റെ കാലമാണത്. ഈ ആഗോളതാപനം കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ജൈവികമായ ഭൗതികമായ മാറ്റങ്ങൾ വളരെ വലുതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധവടല്ല. നീ ആണായിരിക്കണം, നീ ആണും പെണ്ണും കെട്ടതാകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. എത്ര കുട്ടികൾക്ക്, ഇവിടെ ഇത് കേൾക്കുന്ന എത്ര കുട്ടികൾക്ക് തോൽക്കാൻ ധൈര്യമുണ്ട്? നമ്മുടെ അധ്യാപകർക്ക് ഇന്ന് ഏറ്റവും ഉള്ളൊരു പ്രശ്നം പരീക്ഷകളിൽ കുട്ടികളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. തോറ്റു കഴിഞ്ഞാൽ കുട്ടിക്ക് അപമാനം സംഭവിക്കുന്നു, ആത്മഹത്യക്ക് മുതിരുന്നു. നമ്മുടെ കുട്ടികൾ വലിയ വലിയ വർത്തമാനങ്ങൾ പറയും, പക്ഷെ എത്ര കുട്ടികൾക്ക് ബാല്യത്തിന്റെ മധുരം ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? കുട്ടികൾ പലരും നീല മാമ്പഴം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പഴുത്ത് വീർത്തു നിൽക്കുമ്പോഴും അവരുടെ ചൈൽഡ്ഹുഡ് എന്താണ്, അവരുടെ യൂത്ത്ഹുഡ് എന്താണ്, യൂത്ത് എന്താണ്, ടീനേജ് എന്താണെന്ന് പലർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ കുട്ടികളെ ഈ ജെൻഡർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജെൻഡറിൽ ഷാർപ്പൻ ചെയ്ത് വെച്ചിട്ടുള്ള, സിസ് ജെൻഡറിലുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഒരു വലിയൊരു സങ്കല്പത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ സ്വന്തം ഐഡന്റിറ്റി തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ധൈര്യമെന്നും ആ ഐഡന്റിറ്റിയിൽ ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ബിരിയാണി വിൽക്കാൻ പോയ സജന ഷാജിയെ അവരുടെ പൂർവികം കണ്ടുപിടിച്ചിട്ട് അവരാണായിരുന്നെന്നും കല്യാണം കഴിക്കേണ്ടി വന്നതും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും പെണ്ണിന്റെ ഭാവി കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവിടെ അവരെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറിയ ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാലഘട്ടം വരെ ഞാൻ ഇവിടെയുള്ള പെൺകുട്ടികളോട്, ആൺകുട്ടികൾ കേൾക്കുന്നതന്നെ ചോദിക്കാം, നിങ്ങളുടെ സഹോദരിക്ക് ഒരു പുരുഷൻ ഭർത്താവായിട്ട് വരണം, അപ്പൊ നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയുന്നത് എന്റെ സഹോദരിയെ സ്നേഹിക്കണം, എന്റെ സഹോദരിയെ അംഗീകരിക്കണം, എന്റെ സഹോദരിയെ നോക്കണം. ഈ 3 കാര്യങ്ങളാണ് ഒരു സാമാന്യ മലയാളി പറയുക. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പെങ്ങൾക്ക് സെക്സ് കൊടുക്കണം എന്ന് നിർബന്ധമില്ലേ? ഈ സെക്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങള് നിങ്ങളോടൊന്ന് പറയൂ, ആങ്ങളെ എനിക്കിത് കിട്ടുന്നില്ല എന്ന് പറയില്ല. ഒരു പക്ഷേ നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിച്ചൊരു ഗേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളായിരിക്കാം. ഇത് നമുക്കും സംഭവിക്കാം, തിരിച്ചും സംഭവിക്കാം, പെങ്ങൾക്കല്ല നമുക്കും സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുണ്ടെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ വായിച്ചിട്ടുള്ള നമ്മുടെ ജെൻഡർ സങ്കല്പം എന്ന് പറയുന്നത് അത് വളരെയധികം പൊലിപ്പിച്ചു വെച്ചിട്ടുള്ള, വളരെയധികം അമാനുഷികമായിട്ടുള്ള ഒരു സങ്കല്പമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്.
ഒരുപാട് ഞാൻ സംസാരിച്ചു. എനിക്കൊന്ന് 11 മുതൽ 11:30 വരെ ഞാൻ സംസാരിക്കേണ്ടുന്നത് 12 മണി വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കുട്ടികളെ ദയവ് ചെയ്ത് മനുഷ്യരെ മനുഷ്യരായിട്ട് അംഗീകരിക്കുക. ആണും പെണ്ണും എന്ന് പറയുന്ന കള്ളികൾക്ക് ഇപ്പുറവും അപ്പുറവും ഒരുപാട് ജീവജാലങ്ങൾ, ജീവികൾ, മനുഷ്യര് നമുക്കിടയിലുണ്ട്. ഗേ ആയിരിക്കുന്നതും ലെസ്ബിയൻ ആയിരിക്കുന്നതും തെറ്റല്ല. അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണെങ്കിൽ നിങ്ങളെയും ചികിത്സിച്ച് മാറ്റാം. ഒരു ഹോമോസെക്ഷലിനെ ഹെട്രോസെക്ഷൽ ആക്കാമെങ്കിൽ ഒരു ഹെട്രോസെക്ഷലിനെ ഹോമോസെക്ഷൽ ആക്കാനും വലിയ ബുദ്ധിമുട്ടുകളില്ല. ഇനി കൺസെന്റ് ഇല്ലാതെയാണ് അവിടെ സെക്സ് നടക്കുന്നതെങ്കിൽ, റേപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിനെതിരെ പ്രതികരിക്കാം. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, ആശംസകൾ അറിയിക്കുന്നു. ഒരു കവിത ചൊല്ലാം. ആണല്ല പെണ്ണല്ല കൺമണി നീ എന്റെ തേന്മണിയല്ലോ തേന്മണി, ആതുരയാമെന്റെ നീർമണി കണ്ടു കാലം നൽകിയ പൊൻകണി നീ. നന്മയും തിന്മയും വേർതിരിക്കണം, കള്ളികൾക്കപ്പുറം നീ വളരേണം, പൊരുളിന്റെ പ്രതിബിംബമാകേണം നീ, നീയായി തന്നെ നിറയേണം. മകനല്ല മകളല്ല മാരിവില്ലേ, മാറോട് ചേർക്കുന്നു ഞാൻ നിന്നെ, നൽകുന്നു നെറുകയിലൊരുമ്മ, ജന്മസാഫല്യത്തിൻ 100 ഉമ്മ. തളരല്ലേ തഴക്കട്ടെ നിന്റെ സ്വപ്നങ്ങൾ, താങ്ങായി മാറട്ടെ നിന്റെ ജന്മം. ശാപമല്ല പാപമല്ല ഓമനേ നീ, എന്റെ ജീവിതത്തിൽ വന്നുദിച്ച ഭാഗ്യതാരം, ആദ്യതാരം, ഭാഗ്യതാരം നീ. ആണല്ല പെണ്ണല്ല കൺമണി നീ എന്റെ തേന്മണിയല്ലോ തേന്മണി. ശ്രീനാരായണ മംഗലം കോളേജ് മാലിയങ്കരയിലെ ഇന്നത്തെ ജെൻഡർ ഇക്വാലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യാനും തുടർന്ന് പ്രിയപ്പെട്ടവരുമൊത്ത് സംവദിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുന്നു. ഇനി കുട്ടികൾക്ക് ഉള്ള സമയമാണ്. 76 പേരായി ചുരുങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാറായിട്ടുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു. That was a wonderful talk, right? Of course, informative and thought-provoking one. Thank you so much, ma'am, for this priceless words and providing your valuable insight into gender equality. Here comes the most interesting interactive session. My dear friends, any doubts and queries regarding the topic discussed can be cleared now. You can ask questions in Malayalam also. I request your full cooperation here. So let's get started. Okay, with all your permission, let me be the first one to ask. Ma'am, do you think, what do you think? How will we be able to get rid of all these inequalities? Do you think that getting more education and great achievements in life can contribute to this? What? In order to get rid of all these inequalities in life, do you think that getting more education and great achievements in life can help in reducing all these inequalities in our society? Basically, what we need is to listen to others. Education is important. Obviously, it is important. But apart from education, I believe there are certain things which we are supposed to nurture. Nature and nurture is different, and nurturing is a process for which education is very important. കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്, കാഴ്ചയിലെ പാടുകളാണ് മാറേണ്ടത്. Hope you got it. Yes, ma'am. Thank you. Friends, go ahead. Ma'am, here we can find a question in the chat box. Can you please reply to that? In fact, I'm not able to open the chat box. Someone can. I shall read that out to you. Yeah. ഹായ്, ഞാൻ ശ്രീകല ടീച്ചറുടെ സ്റ്റുഡന്റ് ആയിരുന്നു. ടീച്ചർ പറഞ്ഞ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ ചോദ്യം, ആണല്ല പെണ്ണല്ല കൺമണി എന്ന താരാട്ടുപാട്ട് എഴുതാൻ എന്താണ് പ്രചോദനമായത്? It's a question from Anuvix. ഇത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് സെഷൻ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒബിയസ്ലി ഞാൻ ആദ്യമേ പറഞ്ഞു, ആണും പെണ്ണും മാത്രമായിട്ടല്ല മനുഷ്യൻ ജനിക്കുന്നത്. ഒരുപാട് ഇന്റർസെക്സ് ആയിട്ടുള്ള കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അവരെ
ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റുന്നില്ല. ഒരുപാട് പേര് ഏർലി സർജറീസ് നടത്തി ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റുന്നുണ്ട്. അവർക്ക് അവരായി തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ഇന്റർസെക്സ് സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആഗ്രഹിച്ചത്, ഞാനൊരു ഇന്റർസെക്സ് ആയതുകൊണ്ട് തന്നെ മിശ്രലിംഗാവസ്ഥയിൽ അല്ല എങ്കിൽ പോലും മിശ്രലിംഗാവസ്ഥയിൽ ഒരു കുഞ്ഞ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ അമ്മമാർക്ക് അത്തരത്തിലുള്ള കുട്ടികളെ അംഗീകരിക്കാനും അത്തരത്തിലുള്ള കുട്ടികളെ വളർത്താനുമുള്ള ധൈര്യം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ആ പാട്ടുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഒരുപാട് അപ്ലോസസിന് വിധേയമായി. തോന്നുന്നു ഇംഗ്ലീഷിൽ ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു, തമിഴിലേക്ക് മിസ്റ്റർ പത്മകുമാർ അത് ചെയ്തു. അപ്പൊ കന്നഡ, ഹിന്ദി കഴിഞ്ഞു, കന്നഡ, തെലുഗു, സിംഹള ട്രാൻസ്ലേഷൻസ് ഒക്കെ ഓൺ ദ വേ ആണ്. നമ്മുടെ എല്ലാ സമൂഹത്തിലെ എല്ലാ തുറകളിലും ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അത്തരത്തിലുള്ള കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ധൈര്യമായി സമൂഹത്തിൽ ജീവിക്കാൻ അവരെ ചേർത്ത് നിർത്തേണ്ടത്, ആദ്യം അവരെ ചേർത്ത് നിർത്തേണ്ടത് അവരുടെ അമ്മയാണ്. താരാട്ടുപാട്ടാണ് ആദ്യം വേണ്ടത്. ഇതൊരു ഉറക്ക പാട്ട് മാത്രമല്ല, ഇതൊരു ഉണർത്ത പാട്ടായി കൂടി ആളുകൾ ഇതിനെ ഉൾക്കൊണ്ടു എന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കുട്ടികൾ മുന്നോട്ട് വരണം. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാഡത്തിനോട് ചോദിക്കുക. മാം ചോദിച്ചോട്ടെ? ഹലോ, കേക്കാവോ? ചോദിക്കാം. മാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ മാം പറയുകയും ചെയ്തു റാപ്പിംഗ് എ സോൾ ഇൻസൈഡ് എ റോങ് ബോഡി എന്ന്. പക്ഷെ നമുക്കറിയാം, ഇപ്പൊ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്കെന്തോ ഇപ്പൊ ഒരു സ്ത്രീകൾ ഒരുങ്ങി നടക്കുന്നത് കണ്ട് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ആകുന്നതാണ്, അല്ലെങ്കിൽ പുരുഷന്മാര് ആ ഒരു ഇതിൽ നടക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുന്നതാണ് എന്നുള്ള തെറ്റായ ധാരണ ഇപ്പോഴും ഉണ്ട്. പഠിത്തം, വിദ്യാഭ്യാസം ഒക്കെ ഉള്ള കുട്ടികളുടെ ഇടയിൽ പോലും. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ റീപ്രൊഡക്ഷൻ പഠിക്കുന്ന പോലെ പാഠവിഭാഗത്തിൽ അത് ഉൾപ്പെടുത്തന്നെ മാം, ഈ ഒരു ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ? ഹോർമോൺ ചേഞ്ച് കൊണ്ട് മാത്രമല്ല ട്രാൻസ്ജെൻഡർ ഉണ്ടാകുന്നത്, അതിന് പലവിധത്തിലായ കാരണങ്ങളുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള, പലരും റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിപ്പം അവരെയും നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റാത്തത്, ഈ റിസർച്ച് ചെയ്യുന്നതിന് എന്താണ് ബേസിക്കലി റിസർച്ച് ടോപ്പിക് അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി പഠിക്കാൻ മാത്രം ആണ് പല സ്റ്റുഡൻസും റിസർച്ച് ചെയ്യാറ്. പക്ഷെ ഈ സോഷ്യോ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് മാത്രം പഠിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വളരെ നിശ്ചിതമായ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായത് കൊണ്ടായിരിക്കാം പലരും അങ്ങനത്തിലുള്ള വളരെ ചെറിയ സ്റ്റഡീസിന് വേണ്ടി മുതിരുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെ അംഗീകരിക്കുന്നില്ല. ഈ അംഗീകരിക്കാതിരിക്കാൻ ഒരു കോസ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട്. ഒരു കോസ് ആൻഡ് ഇഫക്ട് സ്റ്റഡി എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നില്ല? അങ്ങനെ ഒരു കോസ് ആൻഡ് ഇഫക്ട് സ്റ്റഡി നടന്നാൽ മാത്രമേ ഇതിന്റെ ആക്ച്വൽ പ്രശ്നം എന്താണെന്നും ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നും ഏത് തലത്തിലാണ് ഇതിനെ സ്വീകരിക്കേണ്ടതെന്നും ഒക്കെ ഉള്ളൊരു ബോധമുണ്ടാക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ റിസർച്ചുകൾ ജിലേബികളെ പോലെ അല്ലെങ്കിൽ മറ്റു മധുരപലഹാരങ്ങളെ പോലെ ഈ കൂട്ടിന്റെ അകത്ത് അടയ്ക്കപ്പെടാതെ ഇത് ആളുകളിലേക്ക് എത്തേണ്ട വിധത്തിൽ ഒരു സംവിധാനം നമ്മുടെ റിസർച്ച് സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജീസ് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇത് പബ്ലിഷ് ചെയ്യാൻ, നിങ്ങൾ പഠിക്കുന്ന റിസർച്ച് എന്താണ്, നിങ്ങൾ ചെയ്ത ഹൈപ്പോത്തസിസ് എന്തായിരുന്നു, നിങ്ങളുടെ ടൂൾസ് എന്തായിരുന്നു, സാമ്പിൾ ആരായിരുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കുന്ന ഒരു സൈദ്ധാന്തികമായ തലങ്ങളിലേക്ക് ഇത് വളരണം. കൂടുതൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, please try to publish your researches and please tell the society what you learned, what was your kind of hypothesis, and what was the thing which you wanted to convey, and what did you learn from this research. ഇങ്ങനെ ഒരു പബ്ലിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ എൻ്റെ റിസർച്ച് MSWന്റെ റിസർച്ച് പബ്ലിഷ് ചെയ്ത ഒരാളാണ്. അപ്പോഴാണ് സത്യം പറഞ്ഞ് നമുക്കത് മനസ്സിലാകുന്നത്, സൊസൈറ്റിയിൽ നമുക്കത് എങ്ങനെ നമുക്കത് എത്തിക്കാൻ സാധിക്കും. നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനാണ്, നമ്മളുടെ ഒരു ലിറ്റററി കോൺട്രിബ്യൂഷനാണിത്. പിന്നെ ഈ ബയോളജി ചാപ്റ്ററിൽ പഠിക്കുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ പൊലിപ്പിച്ചു കാട്ടുന്ന ഒരു സാധനമാണ്. അതായത് മെയിൽ ഫീമെയിൽ റീപ്രൊഡക്ഷൻ, മാൻ വുമൺ പ്രൊക്രിയേഷൻ, ഈ 3 കാര്യം മാത്രമാണ് നോർമൽ എന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ അതൊരു സൈഡ് ഹെഡിങ് ആക്കിയിട്ട്
ഒരു ഹെൽത്തി സെക്ഷൽ ലൈഫ് എന്ന രീതിയിൽ നമ്മളുടെ വാട്ട് ഇസ് ലൈക്ക് സിലബസ് മാറുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം റീപ്രൊഡക്ഷൻ സാധിക്കാത്ത എന്നെ പോലുള്ള ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. റീപ്രൊഡക്ഷനോട് താല്പര്യമില്ലാത്ത സെക്ഷൽ ഓറിയന്റേഷൻസ് ഉള്ളവരുണ്ട് ഈ നാട്ടിൽ. ഒബിയസ്ലി റീപ്രൊഡക്ഷൻ ഇസ് നോട്ട് എ ബിഗ് തിങ്, ബട്ട് റീപ്രൊഡക്ഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഇറ്റ് ഇസ് മാൻഡേറ്ററി, സോറി ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി. അങ്ങനെ ഒരു ധാരണ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ പലരും ചോദിക്കുന്നത്, കല്യാണം കഴിച്ച് കുട്ടികളില്ലാതെ ഇരിക്കുക, അതായത് കല്യാണം കഴിച്ചു വർഷങ്ങളായിട്ട് കുട്ടികളില്ല എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ കുറെയൊക്കെ ആക്സെപ്റ്റഡ് ആണ്. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീ പ്രഖ്യാപിക്കുകയാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിവാഹാലോചനകൾ അതിന് വരും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കോസ് ആൻഡ് ഇഫക്ട് തിയറി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകട്ടെ ഈ കാര്യത്തിൽ. വേറെ ചോദിക്കാനുണ്ടോ? Is there anything else you wanted to cover before a wrap up? All right, I think we are good for now. Now I'd like to call upon our Vice Chairperson Seethu Parvati to extend the vote of thanks. ഈ വെബിനാറിൽ സന്നിധരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് ഈ വേളയിൽ എന്റെ കർത്തവ്യം. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമേ തന്നെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും ജെൻഡർ ഇക്വാളിറ്റി ഫോറത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞ് ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച ജെൻഡർ ഇക്വാളിറ്റി ഫോറത്തിന്റെ കൺവീനറും എന്റെ പ്രിയപ്പെട്ട അധ്യാപികയും കൂടിയായ ശ്രീമതി ശ്രീജ മിസ്സിന് ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും ജെൻഡർ ഇക്വാളിറ്റി ഫോറത്തിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ഈ ചടങ്ങിന്റെ അധ്യക്ഷാസ്ഥാനം അലങ്കരിച്ച പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീമതി ജിത മിസ്സിനും ഏറെ ആദരവോടെ നന്ദി അറിയിക്കൂ. അടുത്തതായി ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുവാൻ പോകുന്നത് നമ്മുടെ ഉദ്ഘാടന വേളയുടെ പൊൻതൂവലായ സോഷ്യൽ വർക്കർ, ഫസ്റ്റ് കേരള ട്രാൻസ്പോർട്ട്, ഇൻസ്പിറേഷണൽ സ്പീക്കർ, റൈറ്റർ, ടീച്ചർ, ആക്ടിവിസ്റ്റ്, അങ്ങനെ വിശേഷണങ്ങൾ അനവധിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ശ്രീമതി വിജയ മല്ലിക മാം. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്തത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ അതിഥിയായി ക്ഷണിച്ചതെന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മാമിന്റെ ക്ലാസ്. ലിംഗസമത്വത്തെക്കുറിച്ച് ഞങ്ങളുടെ തലച്ചോറിൽ നിറഞ്ഞിരുന്ന അനേകം തെറ്റായ ധാരണകളെ മാറ്റിമറിക്കുവാൻ, ലിംഗ പദവിയെ മനസ്സിലാക്കുവാനും മാമിന്റെ ഈ ക്ലാസ്സിന് സാധിച്ചു. ഒരു വിർച്വൽ സ്പേസിലൂടെ ആണെങ്കിൽ പോലും മാമിന്റെ ക്ലാസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ എല്ലാവരും മാമിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടെയും ആദരവോടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ മാമിനോട് ജെൻഡർ ഇക്വാളിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ജെൻഡർ ഇക്വാളിറ്റി ഫോറത്തിന്റെ കമ്മിറ്റി അംഗങ്ങളായ ടീച്ചേഴ്സിനും ഈ അവസരത്തിന് എല്ലാവിധ പിന്തുണ നൽകിയ മാനേജ്മെന്റിനും ഇന്നിവിടെ സന്നിധരായിട്ടുള്ള അധ്യാപകർക്കും അതോടൊപ്പം ഈ ചടങ്ങിന്റെ ഭാഗമായ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. We have come to the end of the webinar. I'd like to thank everyone who made this meeting possible. So let's call it a day. Thank you. Okay, thank you, ma'am. മാം, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും അതുപോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനുമെല്ലാം സർക്കാർ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേരള ട്രാൻസ്ജെൻഡർ പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിസിയുടെ ഭാഗമായിട്ട് പല പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ വിവിധ സർക്കാർ തലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റുകളിൽ ഓറിയന്റേഷൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അടുത്ത് തന്നെ കേരള സർക്കാർ പോലീസ് മേധാവികൾ ട്രാൻസ്ജെൻഡർ ആളുകളുടെ പരാതികൾ സ്വീകരിക്കുന്നതിനെ പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നയം കൊണ്ടുവന്നിട്ടുണ്ട്. ലിറ്ററസി മിഷൻ ഇടപെട്ട് വിദ്യാഭ്യാസ തലത്തിൽ ട്രാൻസ്ജെൻഡർ ആളുകൾക്ക് വേണ്ടി, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അവരുടെ സോഷ്യൽ റീഇന്റിഗ്രേഷന്റെ ഭാഗമായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്.
7, 10, 12 ക്ലാസ്സുകളിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡർ സെല്ല് മുഖാന്തരം തന്നെ ഡയറക്ട്ലി ധാരാളം പദ്ധതികൾ, മഴവിൽ പദ്ധതി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അത് സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരമാണ് നടത്തുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക, അതുപോലെ തന്നെ വിവാഹിതരായ ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി ധനസഹായമുണ്ട്. ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ട്രാൻസ്ജെൻഡറുകൾക്ക് ഉള്ള ധനസഹായങ്ങളുണ്ട്. പോസ്റ്റ് സർജറി കെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ധാരാളം കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു, എത്രത്തോളം ആളുകൾക്ക് അത് ആക്സസ് ആവുന്നു, ആർക്കൊക്കെ അത് കിട്ടുന്നു എന്നത് തീർച്ചയായിട്ടും പഠിക്കേണ്ട കാര്യം തന്നെയാണ്. റൈറ്റ്സിന് വേണ്ടിയിട്ട് ഇവിടെ ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ട്. പക്ഷെ പോളിസിയും നമ്മുടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിയിട്ടുണ്ട്, കൃത്യമായിട്ട് ഇതിന്റെ ഇത് ആളുകളിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം ആളുകൾക്ക് ചെന്ന് എത്തിപ്പെടുന്നു എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ മാതൃകാപരമായി മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുറച്ചുകൂടി സൈദ്ധാന്തിക തലങ്ങളിലേക്ക് ഇത് വളർന്നിട്ടുണ്ട്. മുഖ്യധാര സമൂഹം കുറെയൊക്കെ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. LGBTIAQ എന്ന് നമ്മൾ പൊതുവെ പറയുന്നുവെങ്കിലും ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് ഒരു പൊതുധാരണ നമ്മുടെ പല മേഖലകളിലേക്കും എത്തി ചെന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. കുട്ടികളുടെ ഇതുവരെ ഉണ്ടായ ട്രാൻസ്ജെൻഡറും അതുപോലെ ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടായ സംശയങ്ങൾക്കും എല്ലാം വളരെ നല്ല രീതിയിൽ ഒരു പ്രഭാഷണം നടത്തിയതിന് എൻ്റെ പേരിലും SNM കോളേജ് മാലിങ്കയുടെ പേരിലും വീണ്ടും ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സോ നമുക്ക് മീറ്റിംഗ് അവസാനിക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും